Hi dears, welcome back. ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരേ സമയം എങ്ങനെയാണ് ഒരു ബാറ്റർ ഉപയോഗിച്ചിട്ട് കേക്കും കേക്ക്സിക്കിൾസും അതേപോലെ കപ്പ് കേക്ക് ഒക്കെ ചെയ്യാന്നുള്ളതാണ്. ഈ ഒരു വീഡിയോയിൽ തന്നെ ഡബിൾ ഷെയ്ഡിലുള്ള കേക്ക്സിക്കിൾസ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓർഡർ ഉണ്ടായിരുന്നത് ഒരു 1 kg ചോക്ലേറ്റ് കേക്കും 4 കേക്ക്സിക്കിൾസും അതേപോലെ 4 കപ്പ് കേക്കും ആയിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബാറ്റർ ഒന്നിച്ചിട്ടാണ് ഇവിടെ ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഇവിടെ 6 എഗ്ഗ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം എഗ് വൈറ്റ് അല്പം ഉപ്പിട്ടിട്ട് ഇതൊന്നും ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർത്തിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അങ്ങനെ എഗ് വൈറ്റ് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോ യോക്ക് വീതം ഇതിലേക്ക് ചേർത്തിട്ട് അതും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എപ്പോഴും എഗ് യോക്ക് ചേർത്ത് കഴിഞ്ഞാലാണ് ഇതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 1.5 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്തിട്ട് അതും ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/3 കപ്പ് ഓയിലും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇവിടെ ഫ്ലോർ അരിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 1/3 കപ്പ് അളവിൽ പാലും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ടും ഇടവിട്ടിട്ട് നമുക്ക് ബാറ്റർ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലോറിൻ്റെ അളവൊക്കെ ഇവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ കേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 7 ഇഞ്ചിൻ്റെ മോൾഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ മോൾഡിൻ്റെ 1/4 ഭാഗത്തിനേക്കാളും അല്പം കൂടുതലായിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 kg ചെയ്യുമ്പോൾ എപ്പോഴും എനിക്ക് വരുന്ന മെഷർമെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാം അളവിൽ ഒരു 430 ഗ്രാം ഉണ്ടാവും. അപ്പോൾ ആ ഒരു അളവിൽ ഇവിടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേക്കിനുള്ള ബാറ്റർ ഒഴിച്ച ശേഷം ബാക്കി 4 കപ്പ് കേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ഗ്ലാസ്സിലേക്കാണ് പേപ്പർ കപ്പ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുള്ളത്. അതും അതിലേക്ക് ഒഴിച്ചിട്ട് ബാക്കിയുള്ളത് വേറൊരു ടിന്നിലേക്കും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം കൂടി ബേക്ക് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ കേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയ ശേഷം നമുക്കിത് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് ഇവിടെ 4 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ 1 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഫില്ലിങ്ങിനായിട്ടുള്ള ക്രീമിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ചേർത്തിട്ട് ചോക്ലേറ്റ് ക്രീം ആക്കിയെടുത്തിട്ട് ബാക്കിയുള്ളത് പ്ലെയിൻ ആയിട്ട് അങ്ങനെ തന്നെ വെക്കുകയാണ്. ഇനി ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചിട്ട് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ വെറ്റ് ചെയ്ത് അതിന് മുകളിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗനാഷും കൂടി ആക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ലെയറും ഇതേപോലെ ചെയ്തിട്ട് കേക്ക് മുഴുവനായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കേക്ക് ഇവിടെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ക്രീം നേരെ പകുതിയാക്കിയിട്ട് അതിലൊന്നിലേക്ക് ഗ്രേ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളറാണ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ക്രീമും ഇതേപോലെ അവിടെ ഇവിടെ ആയിട്ട് ആക്കി കൊടുക്കുക. അപ്പോൾ ഇവിടെ ഗ്രേയും വൈറ്റും വരുന്ന രീതിയിലായിരുന്നു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഇനി കേക്ക് ഒന്ന് ലെവലാക്കി എടുക്കാം. കേക്ക് ഇവിടെ ഏകദേശം ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുന്നേ ആയിട്ട് സൈഡിലും മുകളിലൊക്കെ ആയിട്ട് സ്പാച്ചുല ഡിസൈനാണ് കാണിക്കുന്നത്. അപ്പോൾ കുറേ വീഡിയോയിൽ ഇതിൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ട്. സ്പാച്ചുല വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ടച്ച് ചെയ്ത് ആക്കി കൊടുത്താൽ മതി. ഇനി കേക്കിൻ്റെ അവിടെ ആയിട്ട് ചെറിയൊരു ഗോൾഡൻ ടച്ച് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് എയർ ബ്രഷിൻ്റെ ഈ ഒരു ബോട്ടിലേക്ക് ഗോൾഡൻ കളറും കുറച്ച് ഇവാപ്രെക്സും മിക്സ് ചെയ്തിട്ട് ഇതേപോലെ എയർ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഏറ്റവും അവസാനമായിട്ട് കേക്കിൻ്റെ എഡ്ജിൽ ഗോൾഡൻ ഡസ്റ്റിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലും സൈഡിലൊക്കെ കുറച്ച് ഫോണ്ടൻ ഫ്ലവേഴ്സും ബട്ടർഫ്ലൈസും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇവിടെ കേക്ക്സിക്കിൾസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അതിൽ നിന്ന് ഇത് ചെറിയൊരു വ്യത്യാസമുള്ളത്, അത് വാനില സ്പോഞ്ച് വെച്ചാണ് ചെയ്തതെങ്കിൽ ഇത് ചോക്ലേറ്റ് സ്പോഞ്ച് വെച്ചാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ആ ഒരു സ്പോഞ്ച് വെച്ചിട്ട് ഇതേപോലെ 4 കേക്ക്സിക്കിൾസും അതേപോലെ ഒരു 3 കേക്ക് പോപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബോൾസും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് ഡബിൾ ഷെയ്ഡാണ് കൊടുക്കുന്നത്. അതിനായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മെൽറ്റ് ചെയ്യുമ്പോൾ അല്പം സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതേപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ക്രോസ് ആയിട്ട് നമുക്ക് കോരി വെച്ച് കൊടുക്കാം. 2 സൈഡും ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് സെറ്റാകാൻ വേണ്ടി ബട്ടർ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കാം. പുറത്ത് തന്നെ വെച്ചാൽ മതി, അപ്പോൾ തന്നെ സെറ്റ് ആയിക്കോളും. അപ്പോൾ ആദ്യത്തെ ചോക്ലേറ്റ് സെറ്റായ ശേഷം ബാക്കിയുള്ള ചോക്ലേറ്റിലേക്ക് കുറച്ച് ഗ്രേ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതും ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 2 കളറും ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് കുറച്ച് ഗോൾഡൻ ബോൾസും കൂടി പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നേരെ താഴ്ത്തി പിടിക്കാതെ എക്സസ് ആയിട്ടുള്ള ചോക്ലേറ്റ് വീഴാൻ വേണ്ടിയിട്ട് ഒന്ന് അല്പം ചെരിച്ച് പിടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡബിൾ ഷെയ്ഡിലുള്ള കേക്ക്സിക്കിൾസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കപ്പ് കേക്കിൻ്റെ മുകളിലും റോസറ്റ് ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.